ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ബാബു പാസ്റ്റർ ബാബുൽ ജോർജ് പത്തനാപുരം അദ്ദേഹത്തിന്റെ ആദ്യ ഭാഗത്ത് ഒരു വീഡിയോയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ടൈറ്റിലിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഇന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അപ്പോ ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. നാമത്തിൽ സ്നാനപ്പെട്ടവർ യാഥാസ്ഥിതിക ക്രിസ്തീയ അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. നേരെ തിരിച്ചുമുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവരെ യേശുവിൻ നാമക്കാർ പിന്നെയും അവരെ സ്നാനപ്പെടുത്തുന്നു, യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം? ഇതിനകത്തൊരു അടിസ്ഥാനപരമായ കാരണമുണ്ട്. അത് നാം ആദ്യം മനസ്സിലാക്കണം. യേശുവിൻ നാമക്കാർ ദൈവിക ത്രിത്വത്തെ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്നാളത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിയവരെ യേശുവിൻ നാമക്കാർ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. നേരെ തിരിച്ചു, യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ ദൈവിക ത്രിത്വത്തെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിന്നെയും സ്നാനപ്പെടുത്തുന്നത്. ത്രിത്വോപദേശം നിരാകരിക്കേണ്ടതല്ല. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു നാമക്കാരെന്ന് പറയുന്നവർ, യേശുനാമം എന്നൊരു നാമത്തെക്കുറിച്ച് അല്ലെങ്കിൽ നാമക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെ, യേശു ക്രിസ്തുവിന്റെ നാമം നിമിത്തം കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോ അദ്ദേഹം ഇവിടെ പറയുകയാണ് യേശു പറഞ്ഞ സ്നാനം. അതേതാണ് യേശു പറഞ്ഞ സ്നാനം? അദ്ദേഹം പറയുന്നു മത്തായിയുടെ സുവിശേഷം 28:19 യേശു പറഞ്ഞ സ്നാനമാണ്, മറ്റതൊന്നും യേശു പറഞ്ഞ സ്നാനമല്ല, യേശുവിന്റെ നാമത്തിലുള്ള സ്നാനമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാം. അദ്ദേഹം പറയുന്നത് വെച്ച് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 28:19 തന്നെ നമുക്ക് ആരംഭിക്കാം. അല്ലെ, അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്ന് 28:19 അവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുകയും ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം, 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ യേശു എന്ന് പറയുന്ന ആ നാമം അദ്ദേഹം തന്നെ തള്ളിക്കളയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തെ അദ്ദേഹം തന്നെ തള്ളിക്കളയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. കാരണം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്ന യേശു അടുത്ത് എന്ന്, അഥവാ യേശു ക്രിസ്തു അടുത്ത് എന്ന് പറഞ്ഞ എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നു, യേശു കർത്താവിന് ഇവിടെ റോളൊന്നുമില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ 3 പേർ കൂടുന്നവർക്ക് മാത്രമേ ഇവിടെ എന്തുള്ളൂ? പ്രാധാന്യമുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്നാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, യേശു നാമക്കാർ തൃത്വത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തൃത്വം എവിടെയെങ്കിലും, ബൈബിളിൽ എവിടെയെങ്കിലും അദ്ദേഹം തൃത്വം എന്ന വാക്കോ ത്രിയേകം എന്ന വാക്കോ അദ്ദേഹം എവിടെയെങ്കിലും കണ്ടോ? നമ്മൾ ആരെങ്കിലും വായിച്ചിട്ട് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴും
മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള വാക്യങ്ങൾ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയൊന്നും ഈ തൃത്വമെന്നോ ത്രിയേകമെന്നോ വാക്കുകളില്ല. പിന്നെ അദ്ദേഹം ഈ യേശു എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നവരെ അദ്ദേഹം പറയുകയാണ് തൃത്വം അവർക്കില്ല. നമുക്കെന്തിനാ തൃത്വം? കാരണം പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഏക ദൈവമാണ്. അപ്പൊ ഏക ദൈവത്തിന്റെ 3 പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ആ 3 പ്രവർത്തനങ്ങളാണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 പ്രവർത്തനങ്ങൾ. ഇദ്ദേഹം ഇപ്പോൾ തള്ളിക്കളഞ്ഞ യേശു ക്രിസ്തുവിനെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്വർഗത്തിലും സകല എല്ലായിടത്തും തനിക്ക് അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവിടെ തൃത്വത്തിന് അധികാരം കൊടുത്തെന്നാണോ പറഞ്ഞത്? യേശു ക്രിസ്തുവിന് അധികാരം നൽകപ്പെട്ടിരിക്കുന്നാണ് പറഞ്ഞത്. അപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അപ്പൊ ആകയാൽ നിങ്ങൾ പുറപ്പെടണം. അപ്പൊ പിതാവ് എന്ന് പറയുമ്പോ ഒരു പേരല്ല. അദ്ദേഹം പറയുന്നത് പോലെ 3 വ്യക്തികളാണെങ്കിൽ പിതാവ് ഒരു പേരായിരിക്കണം, പുത്രൻ ഒരു പേരായിരിക്കണം, പരിശുദ്ധാത്മാവ് ഒരു പേരായിരിക്കണം. അങ്ങനെ 3 പേരെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ സറാഫുകൾ വാഴ്ത്തുന്നതിനകത്ത് 3 പരിശുദ്ധൻ എന്ന് പറയുന്നിടത്ത് 3 പേരുണ്ടെന്ന് പറഞ്ഞ് പറയുന്നവരാണ് ഈ തൃത്വക്കാരെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവര് എവിടെയെങ്കിലും 3 കണ്ടു കഴിഞ്ഞാൽ അവരുടെ പറയുന്നത് തൃത്വമാണെന്നും ത്രിയേകമാണെന്നും പറയുന്നവരാണ് ഈ തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തൃത്വം പൊതുവായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തിന്റെ സഭയിൽ വന്നവരെ ഇദ്ദേഹം പിന്നെയും തൃത്വത്തിലാണ് സ്നാനപ്പെടുത്തുന്നത്, അല്ലെ? കാരണം അവര് യാക്കോബയിൽ നിന്നവരാണെങ്കിലും CSI നിന്നവരാണെന്ന് പറഞ്ഞാലും മർത്തോമയിൽ നിന്നവരാണെന്ന് പറഞ്ഞാലും കത്തോലിക്കിൽ നിന്നവരാണെന്ന് പറഞ്ഞാലും അവര് പിന്നെയും തൃത്വത്തിലാണ് ഇദ്ദേഹം സ്നാനപ്പെടുത്തുന്നത്. കാരണം അവര് ശിശുസ്നാനം എടുത്തു. ഇവര് എന്ത് ചെയ്യുന്നു? കുളത്തിലോ അവരുടെ ടാങ്കിലോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും സ്നാനപ്പെടുത്തുന്നത്. അപ്പൊ എന്ത് വ്യത്യാസം? അവരും ഇവരും തമ്മിലൊരു വ്യത്യാസവുമില്ല. എന്നിട്ട് അവര് പറയുന്നത് എന്താണ്? ഞങ്ങൾ അതിൽ നിന്നൊക്കെ വേർപെട്ട് വന്നവരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നെന്നാണ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളുടെയും വാദം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്? കാരണം തൃത്വം എന്ന് പറയുന്ന സംഗതി ഉണ്ടോ? അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാമങ്ങളെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. നാമങ്ങളെന്ന് പറയാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ കഴിയും ഇത് തൃത്വം എന്ന് പറയുന്ന 3 പേരാണ് എന്ന് പറയുവാൻ? അദ്ദേഹത്തിന് ആരനുവാദം കൊടുത്തു? അതുപോലെ തന്നെ യേശു പഠിപ്പിച്ചെന്നാണ് പറയുന്നത്. അപ്പോസ്തലന്മാർ പറയുന്നത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല, അല്ലേ? അപ്പോസ്തലന്മാർ പറയുന്നത് അംഗീകരിക്കാത്തവരെല്ലാം ദുരുപദേശകരാ. അത് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെറുതെ ആ ശാപം മേടിച്ചു കൂട്ടണോ ബാബു സാറേ? ഞാൻ ബാബു സാറിനോട് പറയാനുള്ളത് അത്രേ ഉള്ളൂ. കാരണം വെറുതെ ഒരു ശാപം നിങ്ങൾ വെറുതെ പറഞ്ഞു കൂട്ടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ അവിടെ പറഞ്ഞത് ഒരു വചന വിരുദ്ധമാണ്. കാരണം യേശു നാമത്തിൽ സ്നാനമില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം പഠിപ്പിച്ചത് അപ്പോസ്തലന്മാരാണ്. അത് അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നുണ്ട്. 2 ഇടത്ത് നടന്നതായിട്ട്, 2 ഇടത്തല്ല 2-3 ഇടത്ത് അത് കാണുന്നുണ്ട്, അല്ലേ? അദ്ദേഹം എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ വരുമ്പോ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്ന് അവിടെ പത്രോസ് പറയുന്നു. അപ്പൊ പത്രോസ് പറയുന്നത് അംഗീകരിക്കേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാർ ആരും പറഞ്ഞത് അംഗീകരിക്കേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാർ പറയുന്നത് അംഗീകരിക്കണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ്
യോഹന്നാന്റെ സുവിശേഷം വരെ ഉള്ളത് മാത്രം അനുസരിച്ചാൽ മതി. ബാക്കിയൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല. അപ്പോസ്തല പ്രവർത്തികൾ കഴിഞ്ഞ് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. കാരണം ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് സുവിശേഷങ്ങൾ മാത്രം പോരെ? എന്തിനാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയതൊക്കെ അനുസരിക്കാൻ പോകുന്നത്? അല്ലേ? പൗലോസ് അങ്ങോട്ട് ചെല്ലുമ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അതിന് ബാബു സാർ എന്തുത്തരം നൽകും? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുമ്പോ 3 പേർ കൂടിയതും തൃത്വമാണെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചാൽ എങ്ങനെ ശരിയാകും ബാബു സാറേ? അതാണ് ബാബു സാർ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അല്ലേ? യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അല്ലേ? ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കൊണ്ട് അവന് യേശു എന്ന പേരിടണമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ പേരിന് അത്രയ്ക്ക് അർത്ഥമുണ്ട് ബാബു സാറെ. ബാബു സാറ് തള്ളിക്കളഞ്ഞാലൊന്നും ആ പേര് അവിടുന്ന് മായത്തില്ല. ബാബു സാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമം എങ്ങനെയെങ്കിലും മായ്ച്ചു കളയണം, ജനത്തിന്റെ ഇടയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ട് തൃത്വമാകുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ബാബു സാർ പരിചയപ്പെടുത്തുകയാണ്. അല്ലേ? അങ്ങനെ ഒരു ദൈവം 3 പേർ കൂടിയ ദൈവമുണ്ട് എന്ന്. കാരണം അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് 3 പേർ കൂടുന്ന, അല്ലെങ്കിൽ 3 വ്യക്തികൾ കൂടുന്ന, അല്ലെങ്കിൽ 3 ദൈവങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നവർക്ക് ആർക്കും ഇല്ല. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നാമത്തിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്, വേറെ ആർക്കുമല്ല അത് നൽകപ്പെട്ടിരിക്കുന്നെന്നുള്ള കാര്യമാണ്. അതാണ് ബാബു സാർ അവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ബാബു സാർ കുറെ അങ്ങോട്ട് മുന്നോട്ട് ആ വീഡിയോകളിലെല്ലാം ഈ 3 എന്ന് കാണുമ്പോൾ ബാബു സാറിന്റെ വിചാരം എന്താ? ഇത് 3 പേരുള്ളതാണ്. അല്ലേ? 28-19 കാണുന്ന 3, പിന്നീട് അങ്ങോട്ട് സാക്ഷി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു 3 കണ്ടപ്പോ അദ്ദേഹം പറയുന്നു 3 പേരുണ്ടെന്നാ പറയുന്നത്. പക്ഷെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:6 പറയുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അങ്ങനെയായിരുന്നെങ്കിൽ ബാബു സാർ പറഞ്ഞതാണ് കറക്റ്റ് എങ്കിൽ അവിടെ 3 വന്നേനെമായിരുന്നു. അവിടെ 3 എഴുതിയിട്ടില്ല. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന ആരാണ്? യേശു ക്രിസ്തുവാണ്. എല്ലാവരിലും ഇരിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഇപ്പൊ ബാബു സാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 2-ാമത്തെ അല്ലെ 3-ാമത്തെ വ്യക്തി. ഇനി 1-ാമത്തെ വ്യക്തിയാണ് എല്ലാവർക്കും ദൈവവും പിതാവുമായ ഒരുവൻ. 3 പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ബാബു സാറിന് ഇങ്ങനെ ഒരു ഉൾക്കാഴ്ച ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങ് നിക്യ പഠിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അല്ലേ? കൊന്തിയോസ് ചക്രവർത്തിയുടെ കാലത്തുണ്ടായ ആ നിക്കിയാണ് താങ്കൾ പഠിച്ചതും താങ്കൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം താങ്കൾ വന്ന, അല്ലെങ്കിൽ താങ്കൾ ജന്മനാ ബന്ധിക്കോസാണോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും താങ്കൾ ആദ്യം സ്നാനപ്പെട്ടത് ഇപ്പൊ 2 പ്രാവശ്യം താങ്കൾ സ്നാനപ്പെട്ടില്ലേ? ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ശിശുസ്നാനവും കഴിച്ചിട്ടുണ്ടാവാം, അതുപോലെ തന്നെ ഈ പറയുന്ന തൃത്വസ്നാനം, അപ്പൊ 2 തൃത്വസ്നാനം കഴിച്ചിട്ടല്ലേ താങ്കൾ ഇരിക്കുന്നത്. അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. എന്നിട്ടാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരെ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സത്യം വെളിപ്പെട്ടു. അതുകൊണ്ടാണ് അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടത്. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ നമുക്ക് അതിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കൊത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അല്ലെ? അവരവിടെ ചോദിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. കാരണം പത്രോസ് ഉൾപ്പെടെയുള്ള എല്ലാ ശിഷ്യന്മാരോടുമാണ് 28-19 സാറ് പറഞ്ഞ് 28-19 ഘോഷിച്ചത്. അല്ലേ? ഇപ്പോ പത്രോസിനോട് അവര് തന്നെ ചോദിക്കുകയാണ്, അന്ന് കേട്ട കാര്യം
മത്തായി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ പത്രോസ് അവിടെ ആദ്യത്തെ സഭയായിട്ടുള്ള ആരാധന വന്നപ്പോൾ ആദ്യത്തെ പാസ്റ്ററായ പത്രോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോ അവര് ചോദിക്കുകയാണ് എന്തു ചെയ്യണമെന്ന് അവര് ചോദിക്കുകയാണ് അല്ലേ. അവര് എന്ത് ചെയ്യണമെന്ന് അവര് ചോദിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ പറയുന്നുണ്ട്. പത്രോസ് അവിടെ പറയുകയാണ്. ഇത് കേട്ടിട്ട് ഒന്നുകൂടി ഞാൻ 37-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനു ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പം എന്തു ചെയ്യേണ്ടു, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു അല്ലേ? അപ്പൊ പത്രോസിന് പറഞ്ഞാൽ പോരെ, യേശു കൽപ്പിച്ച ഒരു സ്നാനമുണ്ട്, അത് ചെയ്താൽ മതി. 28-19 മത്തായി എഴുതി വെച്ചിട്ടുണ്ട്. അത് ചെയ്താൽ മതി എന്ന് പറയുന്നതിന് പകരം പത്രോസ് അടുത്ത വാക്യത്തിൽ പറയുകയാണ് സ്നാനം ആരുടെ നാമത്തിലാണെന്ന്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ എന്നല്ല പറഞ്ഞു, യേശുവിന്റെ നാമം എന്നല്ല പറഞ്ഞത്. എത്ര ഇതായിട്ടാണ് ആ നാമത്തെ തള്ളിക്കളയുന്നത് ബാബു സാറ്. യേശു ക്രിസ്തുവിന്റെ നാമത്തെ അല്ലെ, ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്നും മോചിപ്പായിരിക്കൊണ്ട് അവന് യേശു എന്ന പേരിടണം. എന്തിനാ പേരിട്ടത്? ആ പേരിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ പ്രാധാന്യമുണ്ട്. സാറ് ചുമ്മാതെ വലിച്ചെറിയുക എന്നുള്ള രീതിയിലല്ല നാമം ഉപയോഗിക്കുക, മനസ്സിലായില്ലേ? സാർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണ്? വളരെ നിസ്സാരമായിട്ട് ആ നാമത്തെ തള്ളിക്കളഞ്ഞു. കാരണം രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമം അല്ലെ. മറ്റൊരുത്തനും രക്ഷയില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ആ നാമത്തെയാണ് സാർ ഇപ്പൊ പറഞ്ഞ അങ്ങനെ ഒരു നാമത്തിലൊരു സ്നാനം ഇല്ല എന്ന് പറഞ്ഞു അല്ലെ. എന്ത് സിമ്പിൾ ആയിട്ടാണ് സാർ അതിനെ കോട്ടിക്കളഞ്ഞത് എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, വളരെ ശ്രദ്ധിക്കണം, പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പി. അവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതുന്നത് 28-19 എഴുതാ, സ്നാനം കഴിപ്പിപ്പിന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്നാനം കഴിപ്പിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പത്രോസ് പറഞ്ഞ എന്താണ്? പാപങ്ങളുടെ മോചനം, പാപമോചനം കിട്ടണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെടണമെന്നാണ് പത്രോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, സ്നാനമേൽപ്പീൻ എന്നവിടെ പറഞ്ഞേച്ച് അടുത്ത കാര്യം കൂടി പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം? പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കണമെങ്കിൽ ഈ നാമത്തിൽ സ്നാനമേൽക്കണം, അല്ലെങ്കിൽ കിട്ടുകയില്ല എന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടും സാർ പറയുകയാണ് ഈ പറയുന്ന 28-19 സത്യം കിടക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് വിപരീതമായിട്ട് ആര് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, പൗലോസ് പറയുന്നത് സാർ അംഗീകരിക്കുന്നില്ല, യേശു പറഞ്ഞത് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ തന്നെ പത്രോസ് കള്ളനായി. കാരണം 28-19 മാറ്റി നിർത്തിയിട്ടാണല്ലോ പത്രോസ് ഇത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ മുമ്പിൽ ആദ്യം തെറ്റുകാരനാകുന്നത്, യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ആദ്യം തെറ്റുകാരനാവേണ്ടത് ആരാണ്? പത്രോസ് അപ്പോസ്തലൻ തന്നെയാണ്. അപ്പോ സാറിത് മനസ്സിലാക്കുക, ആരുടെ നാമത്തിലാണ് സ്നാനമേൽക്കേണ്ടതെന്ന് അല്ലെ. തീർത്തും തെറ്റായ കർത്താവിന്റെ നാമത്തെ തള്ളിക്കളയുകയാണ് അവിടെ ചെയ്തത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോ അവിടെ ഒരു തെറ്റും നമുക്ക് കാണാൻ കഴിയുന്നില്ല. തൃത്വം തെറ്റാണെന്ന് മനസ്സിലാക്കിയവരാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം ഏറ്റത്. കാരണം തൃത്വം എന്ന് പറയുന്ന 3 ദൈവങ്ങളും 3 വ്യക്തികളുമുള്ള ദൈവത്തെയാണ് എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത് അല്ലേ. തൃത്വത്തിൽ ഒന്നാമൻ, തൃത്വത്തിൽ രണ്ടാമൻ, തൃത്വത്തിൽ മൂന്നാമൻ, അങ്ങനെ 3 പേർ. 3 പേർക്കും ദൈവത്വമുണ്ട്,
സമതുല്യരായ മൂന്ന് വ്യക്തികൾ എന്ന് തൃത്വം പഠിപ്പിക്കുന്നിടത്ത്, അല്ലെ, സമതുല്യമായ ദൈവത്വമുള്ളവർ, സമതുല്യമായ വ്യക്തിത്വമുള്ളവർ, അങ്ങനെ പഠിപ്പിക്കുമ്പോൾ മൂന്ന് ദൈവം അല്ലെന്നും ഈ മൂന്നും കൂടെ ചേർന്ന ഒരു ദൈവമാണെന്നും ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് വരുന്ന തെറ്റെന്താണ്? കാരണം അതൊരു വചനവിരുദ്ധമാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചതിന് വിപരീതമായിട്ടാണ് അവിടെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എന്താണ്? പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതേ അത് നമ്മൾ മനസ്സിലാക്കണം. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുമ്പോ തൃത്വക്കാർ പറയും അവിടെ യേശു ക്രിസ്തുവില്ല, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവുമില്ല. കാരണം അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പീലിപ്പോസിൽ കൂടി മാത്രമേ കഴിയുകയുള്ളൂ. പീലിപ്പോസിനൊരു സംശയം ഉണ്ടായിരുന്നു, തൃത്വക്കാരെ പോലെ 3 പേരാണോ എന്ന് പീലിപ്പോസിന് സംശയം ഉണ്ടായിരുന്നുകൊണ്ട് പറഞ്ഞു, പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ, ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസ് എന്ന് പറയുന്നതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു, ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന്. അതായത് 1 തിമോത്തി 3:16 പറയുന്നു, അവൻ ജീവനുള്ള ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയും 2:38 ഇതാണ് യഥാർത്ഥ സ്നാനം. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 പറയുന്നതാണ് യഥാർത്ഥ സ്നാനമെന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ബാബു സാറ് പറഞ്ഞു, ഈ സ്നാനം തെറ്റാണെന്ന് സാറ് പറഞ്ഞു. പക്ഷേ അത് തെറ്റല്ല, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് സത്യമാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാറിന് കഴിയട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചന പരമ്പര ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.